മസിൽ പുള്ള് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ആദ്യം സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാരും ഓടി വന്നിട്ട് കുറെ ആൾക്കാർ ഓടി വന്നിട്ട് ഇങ്ങനെ തിരിക്കും, ഇങ്ങനെ ഞെക്കൊക്കെ ചെയ്യില്ലേ? അങ്ങനെ ചെയ്യാൻ പാടുമോ? എന്തുകൊണ്ടങ്ങനെ ചെയ്യാൻ പാടില്ല? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമ്മളെ മസിലുകൾ ഇങ്ങനെ നീണ്ടിങ്ങനെ ഇതേമാതിരി ഇങ്ങനെ നിൽക്കുക അതിനുള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ വള്ളി മാരി ഇങ്ങനെ നിൽക്കുക. അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ലേ? അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മസിലിനെ നമ്മള് ഇങ്ങനെ പിടിക്കുക, അതൊന്നും ഇങ്ങനെ വലിക്കുക, ഒന്നും കൂടി ലൂസാക്കുക, ഒന്നുകൂടി ഇങ്ങനെ വലിക്കുക, ഒന്നുകൂടി ലൂസാക്കുക, ഒന്നുകൂടി ഇതാക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യാം, സ്പീഡിൽ ചെയ്യാൻ പാടില്ല. മസിലിങ്ങനെ വലിക്കുക, വിടുക. അപ്പൊ അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നുകൂടി ലൂസാവും, ഒന്നിങ്ങനെ വലിയും, ഒന്നിങ്ങനെ ലൂസാവും, ഒന്നിങ്ങനെ വലിയും. അപ്പൊ എന്താ സംഭവിക്കുക? ഉള്ളിക്ക് പോവല്ല, ഇതിനുള്ളിൽ കൂടെ രക്തോട്ടം സംഭവിക്കും. അപ്പൊ രക്തോട്ടം സംഭവിക്കുമ്പോ എന്താ? ഇതിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും. എന്താ മസിലുകൾ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വലിയും ചെയ്യും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മള് മസിൽ പുള്ളുള്ള സമയത്ത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് പറയുന്നത്. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ മാതിരി ഇതേമാതിരി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം, ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ എന്നെ ഒന്നിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കാൻ പാടില്ല. ഒരു ഭാഗം ശരീരത്തിന്റെ മസിലുകളുള്ള ഒരു ഭാഗം അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾ പഠിക്കാനുള്ളതാണ്, മസിൽ ട്യൂബിനെ പറ്റി പഠിക്കാനുള്ളതാണ്. നിങ്ങൾ എപ്പോഴും ആവശ്യം വരുന്നതാണ്. പ്രധാന കാരണങ്ങൾ ഒന്ന് കാലാവസ്ഥ. നമ്മൾ കളിക്കാനൊക്കെ പോകുമ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നല്ല വെള്ളം കുടിക്കണം. പിന്നെ നല്ല വാമപ്പ് എന്തിനാ ചെയ്യുന്നത്? മസിലുകൾ ഒരു വർക്കൗട്ടിന് തയ്യാറാവായിട്ട് ബ്ലഡ് സപ്ലൈ ഒക്കെ കൂടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പെട്ടെന്ന് പോയി കളിക്കരുത്. പിന്നെ തണുപ്പ് കാലങ്ങളിൽ ഇത് വരാനുള്ള സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ പിടിച്ചിങ്ങനെ ഇതാക്കില്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോ എന്താ നമ്മൾക്കറിയോ? ഇതിലിങ്ങനെ നമ്മുടെ മസിൽ ഫൈബേഴ്സ് ഒരു ഇതില് ഇങ്ങനെ വീഡിയോ കാണിച്ചു തരാം. ഇങ്ങനെ മസിൽ ഫൈബറുകൾ ഇങ്ങനെ നീർന്ന് നിൽക്കുക മസിലുകൾ പറയുന്നത്. അത് നമ്മളിങ്ങനെയൊക്കെ ആക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിന് പകരം നമ്മളിങ്ങനെ വലിച്ച് പിടിക്കണം. കാല് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നല്ല വലിച്ച് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നൂർത്ത, പിന്നെ ഇങ്ങനെ വലിച്ചു പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ഓക്കെ. പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ മസാജ് നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക, ഇതാക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. സാധാരണ ചിലപ്പോൾ രാത്രി കടന്നു നോക്കാത്തടക്കം ഉണ്ടാവുന്നതാണ്. അപ്പൊ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ആണ് ഈ വീഡിയോ ശരി.